ഒരു ഇരിയാണ് ഞാൻ. നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഏകദേശം ഒരു പ്രമുഖ യൂട്യൂബർ അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണ്. ആ യൂട്യൂബർ എന്താ പറയുന്നത്, തൻ്റെ വ്ളോഗിൽ മുഴുവനും തൻ്റെ ഭാര്യയെ വളരെ മോശപ്പെട്ടവളാണെന്നും ആ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടെന്നും അങ്ങനെ ആ കാമുകനുമായിട്ട് കഴിഞ്ഞുകൂടുകയാണെന്നും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയാൻ കഴിയാത്ത എല്ലാം പറയണം. മാത്രമല്ല ആ വാക്കുകളിൽ തന്നെ ഞാൻ വലിയ ഒരു സംഭവമാണെന്നൊക്കെ വരുത്തി തീർക്കുന്നുണ്ട്. കാരണം ആഫ്രിക്കയിൽ ഞാൻ എൻ്റെ മക്കളുമായിട്ട് പോയി. കാരണം എനിക്കവിടെയാണ് എന്തോ ഒരു ആവശ്യത്തിന് പോയി. അപ്പം ഞാൻ അവിടെ എൻ്റെ ഈ രണ്ട് മക്കളെ കൊണ്ടുപോയതിൽ ഒരു പെൺകുട്ടിയാണുള്ളത്. അപ്പോൾ ആ പെൺകുട്ടിയുമായിട്ടൊക്കെ ഒപ്പം കിടക്കും. അങ്ങനെ അന്യായമായ പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടും. നോക്കണം എന്ന പോലെ ഒരു മകളുണ്ട്, അതിനെ അവളുടെ കയ്യിൽ തന്നെയാണുള്ളത്, ഈ ഭാര്യയുടെ കയ്യിൽ തന്നെയാണ്. അത് മുല കുടിക്കുന്ന പ്രായമാണ്. അപ്പോൾ ആ മുല കൊടുത്താൽ മതിയല്ലോ. ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ഒരു കുടുംബ സദസ്സിന് കേൾക്കാൻ പറ്റാത്ത, ഒരു സമൂഹത്തിൽ പങ്കുവെക്കാൻ പറ്റാത്ത അത്രമാത്രമുള്ള മോശത്തരമായ വാക്കുകളാണ് ഇയാൾ ഭാര്യയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാമുകിയുമുണ്ട്, അവൾക്ക് അതുണ്ടാകുമ്പം പിന്നെ ഞാൻ എന്തിനാണ് കാമുകിയെ സ്വീകരിക്കാതിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള വാക്കുകളാണ് ഇയാൾ ഈ പൊതുസമൂഹത്തിൽ അഥവാ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഇതൊക്കെ. പക്ഷേ അതിനും കുറേ ആളുകൾ ലൈക്കും ഷെയറും കുറേ വ്യൂവേഴ്സും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ നാട്. എന്താണ് പറയുന്നത് എന്നൊന്നും നോക്കിയിട്ടല്ല, പക്ഷേ എന്ത് വൃത്തികേട് പറഞ്ഞാലും പറയുന്നതിൻ്റെ അടിയിൽ വന്ന് കുറേ കമൻറ്റോടികൾ അവർക്ക് അനുകൂലമായ കുറേ, കാരണം ഈ ചീത്തത്തരം പറയുമ്പോഴാണല്ലോ, വൃത്തികേട് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആളുകൾ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഇയാൾ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇയാൾക്ക് എന്തിനാണ് അയാൾക്ക് എന്തെല്ലാം നിയമപരമായ സംവിധാനങ്ങളുണ്ട് രാജ്യത്ത്? അയാൾക്ക് ഒന്നുകിൽ ഈ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാം, ഇനി ഭാര്യ കാണുന്നുണ്ടെങ്കിൽ ഫസ്ക് ചെയ്യാം. ഇത്തരത്തിൽ എന്തിനാണ്? കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ. നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ്. ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രിറ്റി ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഞാനൊരു നാട്ടുമ്പുറത്തുകാരി, ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തവര് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിൽ എടുത്തിരുന്ന പോലെ അപ്പുറത്തങ്ങനെ എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം തന്നെ. അപ്പൊ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണ നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി, എന്റെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ. ഇപ്പൊ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ. എനിക്ക് തെറിയാഭിഷേകാണ് ഇയാള്. ഇപ്പൊ റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇത്തരത്തിൽ കൊമ്പ് കോർത്ത് അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഒരു ന്യൂനപ്പെട്ട സമുദായത്തിൻ്റെ ആളുകൾ ഇത്തരത്തിൽ പറയാൻ തുടങ്ങിയാൽ അത് മുഴുവനായിട്ട് ബാധിക്കുന്നത് ആ സമുദായത്തിൻ്റെ ലീഡറായ അള്ളാഹുവിൻ്റെ റസൂലിനെയാണത് ബാധിക്കുന്നത്. സർവശക്തനായ അള്ളാഹുവിനെയാണത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ ചീത്ത പറയിക്കരുത് എന്ന് ഉന്നയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സഹാബിമാരോട് പറഞ്ഞു, അസ്ഹാബിമാരെ, നിങ്ങൾ അള്ളാഹുവിനെ ചീത്ത പറയിപ്പിക്കരുത്. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ അള്ളാഹുവിനെ ചീത്ത പറയുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ആളുകൾ ചീത്ത പറയിപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത്. കാരണം നിങ്ങളിൽ നിന്ന് വേറെ നേരിട്ടാവില്ല. നിങ്ങളൊരു ബഹുദൈവാരാധകരുടെ വിഗ്രഹങ്ങളെപ്പോലും നിങ്ങൾ ചീത്ത പറഞ്ഞാൽ, ബഹുദൈവാരാധകരുടെ മതകാര്യങ്ങളിൽ നിങ്ങൾ വിദ്വേഷം പ്രകടിപ്പിച്ചാൽ പോലും അവർ നിങ്ങളെയും ചീത്ത പറയും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദൈവത്തെയും അവർ ചീത്ത പറയും. അപ്പോൾ സർവശക്തനായ ഏക ദൈവത്തെ അവർ ചീത്ത പറയുന്ന ഒരവസ്ഥയിലേക്ക് വരികയും
സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട മതത്തിൻ്റെ ആളുകൾ തമ്മിൽ പരസ്പരം തല്ലുകൂടുകയും അങ്ങനെ വഴക്കുണ്ടാക്കുകയും ഉള്ള സ്വസ്ഥത മുഴുവനും തകരുകയും ചെയ്യും. ഇപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇയാളുടെ കുടുംബത്തിൽ സ്വസ്ഥത തകർന്നു. ആ ഭാര്യ പലതും പറയുന്നുണ്ട്, തന്നെ ഇത്തരത്തിലുള്ള തെറിവാക്കുകളൊക്കെ പറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. പക്ഷേ ആ സ്ത്രീ പറയുന്ന തെറിവാക്കുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ് ആ സ്ത്രീ പറയുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിനി അപ്പുറത്ത് അന്വേഷിച്ചാൽ മാത്രമേ അത് അറിയൂ. കാരണം ആ സ്ത്രീ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് അതിനുള്ള അറിവോ ഒന്നുമില്ലാത്ത ഒരു അടുക്കള സ്ത്രീയാണ് എങ്കിൽ ആ സ്ത്രീക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കണമെന്നില്ല. അത് അങ്ങനെയുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഈ ഫാമിലി വ്ളോഗർമാരായാലും വേറെയുള്ള സ്ത്രീകൾ ഒറ്റക്കായിട്ടും എന്ത് വൃത്തികേടുകളും തങ്ങളുടെ വായിലൂടെ കല്ലോവ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം സ്ത്രീകളെ വ്ളോഗർമാരായിട്ട് നമുക്ക് കാണാം. ജാമിത എന്ന് പറയുന്ന സ്ത്രീ ഉണ്ട്. അതുപോലെ തന്നെ പല സ്ത്രീകളെയും നമുക്ക് കാണാം. എന്തു പറയുന്നതിനും അവർക്ക് അങ്ങനെ ഒരു ലജ്ജയോ അങ്ങനെ ഒരു സമൂഹ മധ്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല, ഇന്നത് പറയണം, ഇന്നത് പറഞ്ഞാലുള്ള ദോഷം ഇതാണ്, ഇത്തരത്തിലൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല. ഈ വാക്ക് കണ്ട് പറയണം. എന്നിട്ടത് ലോകം മുഴുവനും ആ വാക്കുകൾ സഞ്ചരിച്ചു. എത്ര മോശമായിട്ടാണ് സംഗതികൾ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കേസാണിത്. അപ്പോഴാണ് ഇയാൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള വാക്കുകൾ വീണ്ടും അയാൾ കാറിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാറിൽ നിന്നാണ് ഈ വീഡിയോ അയാൾ എടുത്ത് ഈ ടെലികാസ്റ്റ് ചെയ്ത് പറയുന്നത് മുഴുവനും. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഒടുക്ക അയാൾ പറയുന്ന അളിയന് ഈ ഭാര്യയുടെ ആങ്ങളെ എന്തോ പ്രതികരിച്ചു എന്നുള്ള വാക്കിനെ തുടർന്ന് ആങ്ങളെ സ്വാഭാവികമായിട്ട് പ്രതികരിക്കില്ലേ? ഒരു പെങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അളിയനോട് അഥവാ പെങ്ങൾക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ഈ ആങ്ങളെ ഇടപെടാതിരിക്കുമോ? അപ്പോൾ പറയാണ് അത് നിങ്ങളൊന്ന് ഇത് കേട്ട് നോക്കും. മാത്രമല്ല ആ വാക്ക് തന്നെ മന്ദത്തരം അതായത് വിവരക്കേടൊന്നുമില്ലാത്ത ഈ അളിയൻ എന്ന് പറയാണ്. വിവരക്കേടില്ലാത്ത അളിയൻ എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ള അളിയൻ എന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വ്ളോഗറുടെ ഒരു ആവേശ തള്ളിച്ചയിൽ വന്നു പോയിട്ടുള്ള വാക്കിൻ്റെ പെശകാണ്. അത് ഓർത്ത് ഞാൻ തന്നെ കുറേ ചിരിച്ചു പോയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അയാൾ പറയുന്ന മന്ദത്തരം. അപ്പോൾ ഇത്രമാത്രം സ്വന്തം ഭാര്യയെ ഇത്രയേറെ വിദ്വേഷത്തോട് ഇവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഈ വൈവാഹിക ജീവിതം അവസാനിപ്പിച്ച് സ്വാഭാവികമായിട്ടും അയാൾക്ക് വേറൊരു കാമുകിയെയോ ഒരു സ്ത്രീയെയോ വിവാഹം ചെയ്യുകയോ ഇനി അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പരിഷ്കാരം അനുസരിച്ച് ലിവ് ഇൻ ടുഗദറിലൂടെയോ ഇനി ആ സ്ത്രീയാണെങ്കിൽ അങ്ങനെ എങ്ങനെയും ജീവിക്കട്ടെ. എന്തിനാണ് നിങ്ങളിതിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള അതപ്പതിച്ച വാക്കുകൾ മുഴുവനും പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പോലും സംശയത്തിൻ്റെ മാത്രമല്ല ലോകത്ത് ഇത്തരത്തിലുള്ള വളരെ ആഭാസകരമായ വാക്കുകൾ മുഴുവനും ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് പറയുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്രമാത്രം അതപ്പതിച്ചിട്ടുള്ള വാക്കുകൾ അതിൻ്റെ ലൈവായിട്ട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.